പത്തനംതിട്ടയിൽ പോളിംഗ് ഉദ്യോഗസ്ഥരുടെ പട്ടിക CPM അനുകൂല സംഘടന ചോർത്തിയെന്ന് UDF സ്ഥാനാർത്ഥി ആന്റോ ആന്റണിയുടെ ആരോപണം. CPMന് കള്ളവോട്ട് ചെയ്യാനാണ് ഈ നീക്കമെന്നാണ് ആരോപണം. അനിൽ ആന്റണിക്കായി ഡൽഹി ലഫ്റ്റനന്റ് ഗവർണറെ ഉപയോഗിച്ച് BJP സഭകളെ ഭീഷണിപ്പെടുത്തുമെന്നും ആന്റോ ആന്റണി ആരോപിക്കുന്നു. ഇന്നലെ തന്നെ എനിക്ക് അതിൻ്റെ കോപ്പി ഇടതുപക്ഷ കേന്ദ്രങ്ങളിൽ നിന്ന് എനിക്ക് കിട്ടിയത്, അല്ലാതെ എനിക്ക് വേറൊരു സ്ഥലത്ത് നിന്നല്ല കിട്ടിയത്. ഈ ജനാധിപത്യ വിധ്വംസ പ്രവർത്തകത്തെ അംഗീകരിക്കാത്ത ഇടതുപക്ഷ ആളുകളാണ് എനിക്ക് തന്നത്. പോളിംഗ് ഓഫീസേഴ്സിൻ്റെ ഫൈനലൈസ് ലിസ്റ്ററിൻ്റെ ഓർഡർ ഇതാ ഞങ്ങളുടെ എല്ലാം കൈകളിൽ എത്തിയിരിക്കുന്നു. ഇന്ന പോളിംഗ് ബൂത്തിലിരിക്കുന്ന നമ്മുടെ ഇന്ന സഖാവാണ്, അതുകൊണ്ട് നിങ്ങൾ അവിടെ പോയി കള്ളവോട്ട് ചെയ്യണമെന്നും അവിടെ നിങ്ങൾക്ക് എത്ര കള്ളവോട്ട് വേണമെങ്കിലും ചെയ്യാമെന്നാണ് മെസ്സേജ് എന്നാണ് എന്നെ അറിയിച്ചത്. ഇതെന്നെ വെള്ളരിങ്ങ പട്ടണമാണോ? ഞാൻ ഇന്നും പരാതി കൊടുക്കുന്നുണ്ട്. ഈ കാര്യങ്ങളും പറഞ്ഞ് പരാതി കൊടുക്കും. നമ്മൾ നിയമത്തിൻ്റെ പാതയിൽ മാത്രമേ ഉള്ളൂ, നിയമവിധേയമായ കാര്യങ്ങളുള്ളൂ. പരാതി കൊടുക്കുന്നുണ്ട്. പത്തനംതിട്ടയിൽ നിന്ന് ശ്രീജിത്ത് ശ്രീകുമാരൻ കൂടി നമുക്കൊപ്പം ചേരുന്നു. ശ്രീജിത്ത്, UDF സ്ഥാനാർത്ഥി എന്താണ് പറയുന്ന കാര്യം? ഗുരുതരമായ ആക്ഷേപമാണ് SKN UDF സ്ഥാനാർത്ഥി ഇപ്പോൾ ആന്റോ ആന്റണി ഉന്നയിച്ചിരിക്കുന്നത്. അതിൽ പ്രധാനമായും പറയുന്നത് ഈ പോളിംഗ് ഉദ്യോഗസ്ഥന്മാരുടെ പാർട്ട് നമ്പർ മാത്രമേ അവർക്ക് ലഭിക്കാറുള്ളൂ, അല്ലെങ്കിൽ ഏതൊക്കെ സ്ഥലങ്ങളിലേക്ക് എത്തിച്ചേരണമെന്ന് മാത്രമേ ആദ്യഘട്ടത്തിൽ ലഭിക്കാറുള്ളൂ. പോളിംഗ് സാധനങ്ങൾ വാങ്ങുന്ന ദിവസം രാവിലെ, അതായത് ഇന്നേ ദിവസം രാവിലെ 8 മണിക്ക് മാത്രമേ ഏതൊക്കെ ഉദ്യോഗസ്ഥർ അവിടെ ചെന്നാൽ മാത്രമേ ഏതൊക്കെ ഉദ്യോഗസ്ഥർ ആരോടൊക്കെ ഒപ്പമാണ് ജോലി ചെയ്യുന്നത് എന്ന് കൃത്യമായി തന്നെ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് ആന്റോ ആന്റണി പറയുന്നത്. അത് ഇന്നത്തെ ദിവസം മാത്രം പുറത്തു വരേണ്ട ഒരു ലിസ്റ്റാണ്. പക്ഷേ CPM അനുകൂല സംഘടന, അതായത് NGO യൂണിയൻ പ്രവർത്തകർ ഇത് 2-3 ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ചോർത്തിയിട്ടുണ്ട്. അത് പല CPIM ഗ്രൂപ്പുകളിലും പ്രചരിക്കുന്നുണ്ട് എന്ന ഗുരുതരമായ ആക്ഷേപം. ഇത് ഇടതുപക്ഷക്കാർ തന്നെയാണ് തനിക്ക് ഇക്കാര്യങ്ങൾ സൂചിപ്പിച്ചു തന്നത്. തനിക്ക് ഈ ലിസ്റ്റ് ലഭിച്ചതും അവിടെ നിന്ന് തന്നെയാണ്. എന്തായാലും ഈ ലിസ്റ്റിൽ കൃത്യമായ രീതിയിൽ സഖാക്കളുടെ ലിസ്റ്റാണ് നൽകിയിട്ടുള്ളത്. ഇത് കള്ളവോട്ട് ചെയ്യാനാണ്, താൻ നേരത്തെ ഉന്നയിച്ച കള്ളവോട്ട് ആരോപണം സാധൂകരിക്കുന്ന ഒരു പ്രവർത്തനം തന്നെയാണ് നടന്നിരിക്കുന്നത്. അതായത് ഒരു MLA യുടെ നേതൃത്വത്തിൽ ശാന്തി ഹോട്ടലിൽ വെച്ച് ഒരു യോഗം വിളിച്ചു ചേർത്തു എന്ന ഗുരുതരമായ ആക്ഷേപം ഉണ്ടായിരുന്നു. സഹകരണ ബാങ്കുകളിൽ കള്ളവോട്ട് ചെയ്ത ഒരു സംഘത്തെ, ഏതാണ്ട് 380-400 വരുന്ന ഒരു സംഘത്തെ വെച്ച് വോട്ട് ചെയ്യിക്കുന്നൊരു ആക്ഷേപം ആന്റോ ആന്റണി ഉന്നയിച്ചിരുന്നു. അതൊരു പരാതിയുമായി അവർ രംഗത്ത് വരികയും ചെയ്തിരുന്നു. അതിന് സാധൂകരിക്കുന്ന തെളിവുകളാണ് വീണ്ടും പുറത്തു വരുന്നതെന്നാണ് ആന്റോ ആന്റണി പറയുന്നത്. എന്തായാലും ഈ വിഷയത്തിലടക്കം പരാതിയുമായി മുന്നോട്ട് പോകാനാണ് UDFന്റെ തീരുമാനം. അല്പസമയത്തിനകം തന്നെ പരാതി ജില്ലാ കളക്ടർക്കും അതുപോലെ തന്നെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കും നൽകാനാണ് UDF ക്യാമ്പിന്റെ തീരുമാനം. SKN. താങ്ക് യു ശ്രീജിത്ത് ശ്രീകുമാരൻ.